എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നോർത്ത് ഇന്ത്യൻ ഇഷ്ടവിഭവമായ ആലു പൊറോട്ടയാണ് പരിചയപ്പെടുത്തുന്നത്. എത്ര പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടും നല്ല ബലൂണ് പോലെ പൊങ്ങി വരുന്നത് കണ്ടോ. ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ആലു പൊറോട്ട ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ എത്ര അറിയാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 രീതികളാണ് ഞാനിവിടെ കാണിക്കാൻ പോണത്. അപ്പം നമുക്ക് ഈ ആലു പൊറോട്ട ഒന്ന് ഹാഫായിട്ട് മുറിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഫില്ലിങ് കറക്റ്റായിട്ട് ഇതിലൊക്കെ വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലും നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം. മാത്രവുമല്ല, ഈ ഒരു ഐറ്റം കുട്ടികൾക്ക് കൊടുത്തയച്ചാൽ, സ്കൂളിലേക്ക് കൊടുത്തയച്ചാൽ അവർക്കും നല്ല ഇഷ്ടമാവും. നല്ലൊരു ഐറ്റം കൂടിയാണ് ലഞ്ച് ബോക്സിന് തയ്യാറാക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് സ്റ്റഫിങ്ങിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിക്കാൻ വെക്കുകയാണ്. ഇത് പുതിയ ഉരുളക്കിഴങ്ങാണ്, അതുകൊണ്ട് എനിക്ക് പുഴുങ്ങിയിട്ട് തോല് കളയാൻ നിർവാഹമില്ല. പെട്ടെന്ന് കണ്ടോ, കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ തോല് പോവുകയാണ്. പിന്നെ നിറച്ച് പണ്ണും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പറിച്ച പുതിയ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങിയിട്ട് അതിൻ്റെ തോല് കളഞ്ഞാലും കുഴപ്പമില്ല. ഞാനിവിടെ തോലൊക്കെ കളഞ്ഞ് കഴുകി കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. ഒരു 3-4 വിസിലെങ്കിലും വെക്കണം. നന്നായിട്ട് വേവണം, കഷ്ണങ്ങളായിട്ട് കിടക്കാൻ പാടില്ല. അപ്പോൾ നല്ലോണം പൊടിച്ചാൽ പൊടിയുന്ന രീതിയിൽ നല്ലോണം അത് സ്മാഷ് ചെയ്താൽ ആവണം. അപ്പോൾ അതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. കൂടെ തന്നെ ഞാൻ കുറച്ച് സവാളയും പച്ചമുളക് അതുമാതിരി മല്ലിയുടെ ഇല ഇതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് തണുക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സവാള ചെറിയ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് അതുമാതിരി മല്ലിയുടെ ഇല. അപ്പോൾ ഞാനൊരു ചീഞ്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആർക്കെങ്കിലും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഉള്ളി, ബാക്കി ഐറ്റംസ് ഒന്നൊക്കെ നമ്മൾ പച്ചയ്ക്കാണ് ചേർക്കുന്നത്. അധികം നമ്മൾ വേവിക്കരുത്. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ പച്ചമുളക് ഇട്ട് പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് പച്ചയ്ക്ക് യൂസ് ചെയ്യാം. അതൊന്ന് ഇട്ട് കൊടുക്കാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഇടുന്നത്. അതുപോലെ ഉരുളക്കിഴങ്ങ് നല്ലോണം പൊടിയാക്കി ഞാനിവിടെ മിക്സ് ചെയ്യണൊരു തവയ പോലത്തെ ഒരു ഐറ്റം ഉണ്ട്. അത് വെച്ചിട്ടാണ് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല നൈസായിട്ട് പൊടിഞ്ഞു വരും, കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താൽ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ ഞാൻ 1 സ്പൂണ് നാരങ്ങ നീരും ചേർക്കുന്നുണ്ട്. ഇപ്പം ഉരുളക്കിഴങ്ങ് ഫില്ലിങ് ഏകദേശം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിയുടെ ഇല ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കണം. അതൊന്നും വേവാൻ പാടില്ല. ഇതൊന്നും വെന്തിട്ടില്ല, ഉരുളക്കിഴങ്ങ് വെന്തതും മാത്രമേ ഉള്ളൂ. പിന്നെ ആ ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പച്ചമുളകും അതുമാതിരി ആ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ പച്ചയ്ക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടിയായ നല്ല പെർഫെക്റ്റായി. കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചാൽ ഓക്കെ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിൽ നമുക്ക് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഉരുളക്കിഴങ്ങിൽ കഷ്ണങ്ങൾ പാടില്ല. അത് നമ്മൾ പൊറോട്ടയ്ക്ക് പരത്തുമ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നല്ലോണം ചൂടാറിയതിന് ശേഷമേ പൊടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിന്ന് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലൂസാവും. അപ്പോൾ നമുക്ക് ഫില്ലിംഗ് ഒക്കെ ഉള്ളിൽ ചേർക്കുമ്പോൾ പുറത്തേക്ക് വരാൻ അതും ഒരു കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഓൾറെഡി പൊറോട്ടയ്ക്കുള്ള ആട്ട കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഇടുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെക്കുക. അധികം ഹാർഡാവാൻ പാടില്ല, അധികം ലൂസാവാനും പാടില്ല. ലൂസായാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും, ഹാർഡായാൽ പരത്താനും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നന്നായിട്ട് കുഴച്ച് അതിനൊരു കവർ ചെയ്ത് മൂടി വെച്ചാൽ നല്ല സോഫ്റ്റ് ആവും. ഉണ്ടാക്കാറാവുമ്പോഴേക്കും നല്ല സോഫ്റ്റായി കിട്ടും. സാമാന്യം വലിയൊരു ഉരുളയാണ് ഞാൻ പൊറോട്ടയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അത് കൈകൊണ്ട് ഇങ്ങനെ ഒരു പാത്ര രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ ആക്കുക, അല്ലെങ്കിൽ നമുക്ക് പരത്തിയെടുത്താലും കുഴപ്പമില്ല. പിന്നെ എക്സ്ട്രാ മുകളിൽ വരുന്ന മാവ് എടുത്തു മാറ്റാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ ഭാഗം നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് കുറയും. എന്നിട്ട്
ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. അധികം കനം കുറയാൻ പാടില്ല, കനം കുറഞ്ഞാൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് പരത്തുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് എല്ലാം തെളിഞ്ഞ് കാണാം. മല്ലിയുടെ ഇലയും ഉരുളക്കിഴങ്ങെല്ലാം നമുക്ക് കാണുന്നുണ്ട്. ഇതാണ് അതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാകം. ഇനി നമുക്ക് ഒരു തവ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഇതിന്റെ ഓരോ സ്റ്റേജും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഒരു സൈഡ് കുറച്ചായി കഴിഞ്ഞാൽ വേഗം തന്നെ തിരിച്ചിട്ട് അതിനെ നന്നായിട്ട് അവിടെയും മറ്റേ വശവും എണ്ണ പുരട്ടി കൊടുക്കണം. അങ്ങനെ രണ്ട് സൈഡും തിരിച്ചിട്ടും അതിനെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇപ്പൊ തന്നെ നമുക്ക് ചൂടായി വരുമ്പോൾ കാണാം, ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം. എല്ലാ സൈഡും നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. അപ്പൊ എല്ലാവിടെയും ഫില്ലിങ് ഒരുപോലെ ആയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പൊന്തി വരുന്നത്. ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആലു പൊറോട്ട. ഇനി നമുക്ക് ഇതിന്റെ എണ്ണയ്ക്ക് പകരം നെയ്യോ അതുമാതിരി ബട്ടറോ ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് ഒന്നും കൂടി വർദ്ധിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക്. ഇപ്പൊ നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പീസ് ബട്ടറും വെച്ചിട്ട് സെർവ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഒരു തരത്തിലുള്ള ആലു പൊറോട്ട ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചു. ഇതും ആദ്യമായിട്ട് ഉണ്ടാക്കണവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു സൈഡില് ഫില്ലിംഗ് ആവും, ഒരു സൈഡില് പ്ലെയിൻ ആയിട്ടൊക്കെയാണ് ആദ്യം നമ്മൾ പരത്തുമ്പോൾ ഉണ്ടാവുക. അതിനുവേണ്ടി ഞാന് അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു ട്രിക്ക് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ്. ആദ്യമൊക്കെ എനിക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു സൈഡിൽ മുഴുവൻ സ്റ്റഫിങ്ങും ഒരു സൈഡ് പ്ലെയിൻ ചപ്പാത്തിയൊക്കെ ആയിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ കിട്ടുക. അപ്പൊ നമ്മൾ ഇതിനെ സാധാരണ ചപ്പാത്തി പോലെ ഒന്ന് വട്ടത്തിൽ പരത്തി അതിനെ ഒന്ന് സെന്റർ മാർക്ക് ചെയ്തിട്ട് നടുക്ക് അതിന്റെ അടിവശത്ത് ഒന്ന് കത്തി കൊണ്ട് ഒന്ന് മുറിച്ച് കൊടുക്കണം. അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ അതിന്റെ നാലിലൊന്ന് കറക്റ്റ് ആയിട്ട് ആ 4 ഭാഗങ്ങളായിട്ട് മാറ്റി അതിന്റെ ഒരു വശത്ത് ഇതുപോലെ മുറിക്കാത്ത വശത്ത് നല്ലോണം ഫില്ലിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ മടക്കി അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം, പുറത്തേക്കൊന്നും വരാതിരിക്കാൻ. ഇനി ഇങ്ങോട്ടോ അങ്ങോട്ടോ എങ്ങനെയാണെങ്കിലും മറിച്ച് അതിനൊന്ന് കവർ ചെയ്യുക. ഇപ്പൊ നമ്മള് സമോസയ്ക്കൊക്കെ ചെയ്യുന്ന മാതിരി ഒരു ഫില്ലിംഗ് ആണ് നമ്മൾ ചെയ്യണത്. ഇങ്ങനെ ഫില്ല് ചെയ്തത് തന്നെ നമുക്ക് പുറത്തേക്കൊന്നും വരില്ല. എന്നാൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ ആ ഫില്ലിംഗ് എല്ലാം വന്ന് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഇതില് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് ഇങ്ങനെയും ട്രൈ ചെയ്യാം. ഇത് വളരെ നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പൊ ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. എല്ലാവിടെയും ഒരുപോലെ തന്നെ നമുക്ക് ഫില്ലിങ് ആയി കിട്ടും. റൗണ്ട് ആയില്ലെങ്കിൽ തന്നെ ത്രികോണം ഷേപ്പിലായാലും അതും ഒരു ഭംഗിയായിട്ട് കിട്ടും നമുക്ക്. ഇപ്പൊ ഫില്ലിംഗ് എല്ലാം നമുക്ക് കാണാം, എല്ലാം നന്നായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ തവ ചൂടാക്കി ഇതുപോലെ തന്നെ നമുക്ക് നല്ലോണം പൊറോട്ട ഒന്ന് മൊരിയിച്ചെടുക്കണം. സാധാരണ ആലു പൊറോട്ടയ്ക്ക് വേറെ സൈഡ് ഡിഷ് ഒന്നും പതിവില്ല. വേറെ സബ്ജികളൊന്നും അത്ര കോമ്പിനേഷൻ ഉണ്ടാവില്ല. അതിന് പകരം അച്ചാറ് അല്ലെങ്കിൽ പച്ചമുളക് ഫ്രൈ ചെയ്തത്, ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കോമ്പിനേഷൻ. അങ്ങനെ ഞാനും വെജിറ്റബിൾസ്, അതായത് ക്യാരറ്റ്, മുള്ളങ്കി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. ഇതിന്റെ റെസിപ്പി ഞാൻ താമസിയാണ്ട് തന്നെ ചാനലിൽ ഇടുന്നതാണ്. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നമ്മുടെ ഈ പൊറോട്ടയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം എണ്ണ ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. രണ്ട് സൈഡും നല്ലോണം എണ്ണ പുരട്ടി തിരിച്ചും മറിച്ചിട്ട് അതിനെ നല്ലോണം ഒന്ന് മൊരിയിച്ചെടുത്താലാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ല നല്ല റെസിപ്പി ആയിട്ട് പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.